Hello kids, welcome to DDA Media LKG online class. Today's subject Maths. Kids, എല്ലാവരും മാത്സ് പഠിക്കാൻ റെഡി ആയിരിക്കല്ലേ? ഓക്കെ, അപ്പം നമുക്ക് മാത്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കിഡ്സ്, നമ്മൾ ഇതുവരെ പഠിച്ച നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5. 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സാണ് നമ്മൾ പഠിച്ചതല്ലേ? ഒന്നുകൂടെ 1 മുതൽ 5 നമ്പേഴ്സ് നമുക്ക് പറഞ്ഞു നോക്കാം. മിസ്സിൻ്റെ കൂടെ നിങ്ങളും പറയണം കേട്ടോ. 1, 2, 3, 4, 5. അപ്പം നിങ്ങളോട് ചോദിക്കുക, സേ ദ നമ്പേഴ്സ് 1 to 5 in order. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയണം? 1, 2, 3, 4, 5. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നിങ്ങൾ നല്ല സൗണ്ടിൽ പറയണം കേട്ടോ. സേ ദ നമ്പേഴ്സ് 1 to 5 in order. 1, 2, 3, 4, 5. കിഡ്സ്, 1 കഴിഞ്ഞ നെക്സ്റ്റ് വരുന്ന നമ്പർ ഏതാണ്? 2. 2 കഴിഞ്ഞ നെക്സ്റ്റ് വരുന്ന നമ്പർ 3. 3 കഴിഞ്ഞ നെക്സ്റ്റ് വരുന്ന നമ്പർ 4. 4 കഴിഞ്ഞ നെക്സ്റ്റ് വരുന്ന നമ്പർ 5. കിഡ്സ്, 5 കഴിഞ്ഞ നെക്സ്റ്റ് വരുന്ന നമ്പർ ഏതാ നോക്കൂ. ദിസ് നമ്പർ ഈസ് 6. ഇന്ന് നമ്മൾ 6 നമ്പറാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ കിഡ്സ്, വിച്ച് നമ്പർ ദിസ്? 6. Which number this? 6. 5 കഴിഞ്ഞ next number 6. Which number this? 6. All students say which number this? 6. എല്ലാവരും ഒന്നുകൂടെ പറയൂ. ഇതേതാ നമ്പർ? Which number this? 6. Which number this? 6. കിഡ്സ്, നമുക്ക് 6 എന്ന നമ്പർ മാത്രം പഠിച്ചാൽ മതിയോ? അതിൻ്റെ സ്പെല്ലിംഗ് കൂടെ പഠിക്കണ്ടേ? ഓക്കെ, അപ്പം നമുക്ക് സ്പെല്ലിംഗ് പഠിക്കാം. 6 സ് വരുമ്പോൾ ഏത് ലെറ്ററാണ് വരിക? എസ്. ദിസ് ലെറ്റർ ഈസ് എസ്. എസ് എന്ന ലെറ്ററിൻ്റെ സൗണ്ടാണ് സ്. അപ്പോൾ സ് വരുമ്പോൾ എസ്. സി ഈ സൗണ്ട് വരുന്ന ലെറ്ററാണ് ഐ. ദിസ് ലെറ്റർ ഈസ് ഐ. അപ്പോൾ സി എന്ന് വരുമ്പോൾ എസ് ഐ. സി. സൗണ്ട് വരുന്ന ലെറ്ററാണ് എക്സ്. ദിസ് ലെറ്റർ ഈസ് എക്സ്. കിഡ്സ്, സേ ദ സ്പെല്ലിംഗ് 6. എസ് ഐ എക്സ്. 6. സേ ദ സ്പെല്ലിംഗ് 6. എസ് ഐ എക്സ്. 6. എസ് ഐ എക്സ്. 6. All kids, say the spelling 6. S I X. 6. എല്ലാവരും പറയൂ. SIX. 6. Say the spelling 6. SIX. 6. Kids, what is this? Chick. കോഴിക്കുഞ്ഞിന് എന്താ പറയുന്നത്? Chick. How many chicks are here? ഇവിടെ എത്ര chicks ഉണ്ട്? കൗണ്ട് ചെയ്യൂ. Count and say 1, 2, 3, 4, 5, 6. 6 chicks. How many chicks are here? 6 chicks. Kids, 6 എന്ന് എങ്ങനെയാണ് ഫിംഗേഴ്സിൽ കാണിക്കുന്നത്? ദേ നോക്കൂ, ഇങ്ങനെ എടുക്കൂ. ഒരു കയ്യിൽ 5 ഫിംഗേഴ്സും മറ്റേ കയ്യിൽ 1 ഫിംഗേഴ്സും. എല്ലാവരും എടുത്തോ? വേഗം എടുക്കൂ. എടുത്തോ? എന്നിട്ട് പറയൂ. 6 chicks. 6 chicks. Kids, ഇതെന്താ നോക്കൂ. What is this? Orange. What is this? Orange. How many oranges are here? Count and say 1, 2, 3, 4, 5, 6. 6 oranges. How many oranges are here? 6 oranges. Kids,
നിങ്ങളുടെ കയ്യിൽ 6 എടുക്കൂ. എന്നിട്ട് പറയൂ 6 oranges. 6 oranges. Kids, what is this? Watermelon. Watermelon means ചക്രമത്ത എന്നൊക്കെ പറയും, തണ്ണിമത്ത എന്നൊക്കെ പറയും. What is this? Watermelon. How many watermelons are here? ഇവിടെ എത്ര വാട്ടർമെലൻസ് ഉണ്ട്? കൗണ്ട് ചെയ്ത് നോക്കാം. മിസ്സിൻ്റെ കൂടെ നിങ്ങളും കൗണ്ട് ചെയ്യണം കേട്ടോ. 1 2 3 4 5 6. 6 watermelons. How many watermelons are here? 6 watermelons. Kids, ഫിംഗേഴ്സിൽ 6 എടുക്കൂ. എന്നിട്ട് പറയൂ 6 watermelons. 6 watermelons. Kids, ഇതെന്താണെന്ന് നോക്കൂ. What is this? Pineapple. What is this? Pineapple. കൈതച്ചക്ക. How many pineapples are here? Count and say 1 2 3 4 5 6. 6 pineapples. How many pineapples are here? 6 pineapples. Kids, നിങ്ങളുടെ കയ്യിൽ 6 fingers എടുക്കൂ. എടുത്തോ? എന്നിട്ട് പറയൂ 6 pineapples. 6 pineapples. Kids, what is this? Chocolates. What is this? Chocolates. How many chocolates are here? Count and say 1 2 3 4 5 6. 6 chocolates. How many chocolates are here? 6 chocolates. എല്ലാവരും 6 എന്ന നമ്പർ ഫിംഗേഴ്സിലെടുക്കൂ. എങ്ങനെയാണ് എടുക്കുക? ഒരു കയ്യിൽ 5 ഫിംഗേഴ്സും മറ്റേ കയ്യിൽ 1 ഫിംഗേഴ്സും അല്ലേ? അപ്പോൾ എടുത്തിട്ട് പറയൂ 6 chocolates. 6 chocolates. Kids, ഇതെന്താണ്? What is this? Cycle. What is this? Cycle. നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടാനൊക്കെ അറിയോ? ഇല്ലെങ്കിൽ പഠിക്കണം കേട്ടോ. എല്ലാവരും സൈക്കിൾ ചവിട്ടാൻ പഠിക്കണം കേട്ടോ. Kids, how many cycles are here? Count and say. മിസ്സിൻ്റെ കൂടെ നിങ്ങളും കൗണ്ട് ചെയ്യണം കേട്ടോ. 1 2 3 4 5 6. 6 cycles. How many cycles are here? 6 cycles. Kids, 6 എന്ന നമ്പർ ഫിംഗേഴ്സിലെടുക്കൂ. എന്നിട്ട് പറയൂ 6 cycles. 6 cycles. Kids, നമ്മളിപ്പോൾ പഠിച്ച 6 എന്ന നമ്പർ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 6 എന്ന നമ്പർ കാണുമ്പോൾ അതിൽ ടച്ച് ചെയ്യണം. അപ്പോൾ അത് കളർ ചേഞ്ച് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ഏത് കളറിലാണ് 6 എന്ന നമ്പർ? പർപ്പിൾ കളറിലല്ലേ? എല്ലാ നമ്പറും പർപ്പിൾ കളറിലാണ്. അപ്പോൾ 6 എന്ന നമ്പർ തൊടുമ്പോൾ ഏത് കളറിലേക്കാണ് മാറുന്നതെന്ന് നോക്കാം. എല്ലാവരും 6 ടച്ച് ചെയ്ത് പറയൂ 6. വാവ്, കണ്ടോ കളർ ചേഞ്ച് ചെയ്തത്? പർപ്പിൾ കളറിന് ഓറഞ്ച് കളറിലേക്ക് മാറിയില്ലേ? ഇനി എവിടെയാണ് 6 നമ്പർ ഉള്ളത്? എല്ലാവരും ടച്ച് ചെയ്ത് പറയൂ 6. Kids, ഇനി എവിടെയാണുള്ളത് 6 എന്ന നമ്പർ? എല്ലാവരും ടച്ച് ചെയ്തിട്ട് പറയൂ 6. വാവ്, ഇനി എവിടെയാ 6 നമ്പർ? വെരി ഗുഡ്. ഇനി എവിടെയാണ് 6 നമ്പർ ഉള്ളത്? 6. ഇനിയോ 6 നമ്പർ കണ്ടോ? എല്ലാവരും ടച്ച് ചെയ്ത് പറയൂ 6. 6. This is number 6. This is number 6. This is number 6. അപ്പോൾ നമ്മൾ എല്ലാ 6 നമ്പറും കണ്ടുപിടിച്ചു അല്ലേ? ഈ 6 നമ്പർ എവിടെ കണ്ടാലും നിങ്ങൾക്ക് തിരിച്ചറിയില്ലേ? അപ്പോൾ എന്ത് പറയണം? ദിസ് ഈസ് നമ്പർ 6. ദിസ് ഈസ് നമ്പർ
6. ഇവിടെ നിങ്ങൾക്കിപ്പോൾ 2 ബൗൾ കാണാം അല്ലേ? ഒരു ബൗളിൽ കളർഫുൾ ബോൾസ് ഉണ്ട്, ഒരു ബൗളിലോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ പഠിച്ച 6 എന്ന നമ്പറില്ലേ, അത്രയും ബോൾസ് നിങ്ങൾ ഈ ബൗളിൽ നിന്നെടുത്ത് ഈ ബൗളിലേക്ക് വെക്കണം. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ വെക്കാം. 1 2 3 4 5 6. വെരി ഗുഡ്. നെക്സ്റ്റ് 6 എന്ന നമ്പർ എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, അപ്പോൾ 6 എഴുതാൻ ആദ്യം നമ്മൾ ഒരു ലെഫ്റ്റ് കർവ് വരയ്ക്കണം. എന്നിട്ടോ പിന്നെ ഒരു റൈറ്റ് കർവ് ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് 6 എഴുതുന്നത്? ആദ്യം ഒരു ലെഫ്റ്റ് കർവ് വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനൊരു റൈറ്റ് കർവ് വരയ്ക്കുക. 6. ഇനി എങ്ങനെയാണ് കോളം ബുക്കിൽ എഴുതാൻ നോക്കാം. ഇങ്ങനെയാണ് എഴുതുന്നത്. ആദ്യം ഒരു ലെഫ്റ്റ് കർവ് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ടൊരു റൈറ്റ് കർവ് ഇങ്ങനെ വരയ്ക്കുക. 6. ആദ്യം ഒരു ലെഫ്റ്റ് കർവ് ഇങ്ങനെ വരയ്ക്കുക, പിന്നെ ഒരു റൈറ്റ് കർവ് ഇങ്ങനെ വരയ്ക്കുക. 6. ലെഫ്റ്റ് കർവ്, റൈറ്റ് കർവ്. 6. അപ്പം എല്ലാവർക്കും എങ്ങനെ 6 എഴുതാൻ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ സ്ലേറ്റിൽ 6 എന്ന നമ്പർ എഴുതി പഠിക്കുക, അതുപോലെ നോട്ട് ബുക്കിൽ എഴുതി പഠിക്കുക. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ 6 ട്രേസ് ചെയ്തിട്ട് എഴുതുക. നെക്സ്റ്റ് ഇവിടുത്തെ പൈനാപ്പിൾസ് നിങ്ങൾ കൗണ്ട് ചെയ്യുക, എന്നിട്ട് ക്രയോൺ ഉപയോഗിച്ചിട്ട് ഈ നമ്പർ കളർ ചെയ്തിട്ട് എഴുതുക. ഓക്കെ.